കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനാ മധ്യത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് നമുക്ക് നൽകുന്ന കൃപയും ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹവും എത്ര വിശേഷതയേറിയതാണ്. എത്രയോ പേർ ദൈവസ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ മറ്റ് ലോകത്തിൻ്റെതായ കാര്യങ്ങളിലേക്ക് അവർ പോകുമ്പോൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറിയ യേശുവിൻ്റെ പാദത്തിൽ ഇരുന്നു. കർത്താവിൻ്റെ ലാവണ്യ വാക്കുകളെ അവൾ കേട്ടു. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ഗ്ലോറി ടു ഗോഡ്. അതേ, നിത്യജീവൻ്റെ അംശമാണ് യേശുവിൻ്റെ പാദത്തിലിരുന്ന് മറിയ ഏറ്റെടുത്തു. മാർത്തയോ പലതിനെക്കുറിച്ചും അവൾ വിചാരമുള്ളതായി കുഴങ്ങി മറിഞ്ഞ ഒരനുഭവത്തെക്കുറിച്ച് കാണും. ഹല്ലേലൂയ. എന്നാൽ മറിയയോ യേശുവിൻ്റെ പാദത്തിലിരുന്ന് കർത്താവിൻ്റെ ലാവണ്യ വാക്കുകൾ കേട്ടു. നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ നല്ല അംശം അവൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി എന്ന് കർത്താവ് മറിയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി അതെല്ലാം താൽക്കാലികമാണ്. അതെല്ലാം ഒരു നിഴല് പോലെ ഒഴിഞ്ഞു പോകുന്നതുമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ശാശ്വതമായത് കാണുവാൻ അവകാശം പ്രാപിക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ആ നല്ല അംശം, ആ ജീവൻ്റെ അംശം കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് പ്രാപിക്കുവാൻ കർത്താവ് ഇനിയും നമ്മുടെ ജീവിതങ്ങൾ എന്ത് ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിശേഷതയേറിയ നാമം സർവ്വലോകവും എന്ത് ചെയ്യട്ടെ, മഹത്വം എടുക്കട്ടെ. ഗ്ലോറി ടു ഗോഡ്. സുവിശേഷത്തിൻ്റെ സൗരഭ്യം ലോകമെമ്പാടും എന്ത് ചെയ്യട്ടെ, പരക്കട്ടെ. എല്ലാ മനുഷ്യർക്കും നിത്യജീവൻ പ്രാപിക്കണം എന്നാകുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. യഹൂദനും യവനനും പുറംജാതി ഏത് മനുഷ്യനായിക്കോട്ടെ, എല്ലാവരും യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിക്കണമെന്ന പിതാവിൻ്റെ ഇഷ്ടം. അതുകൊണ്ടാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്നും ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജനത്തെയും ഉപദേശിച്ച് അവരെ എന്ത് ചെയ്യുവിൻ, ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യേശു ആ പറയുന്ന കാര്യം, ഞാനോ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നത് എല്ലാവരോടും കൂടെ അല്ല. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ ഭൂലോകത്തിലൊക്കെയും സുവിശേഷം അറിയിക്കേണ്ടുന്നതിന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ജനത്തോടു കൂടെ എല്ലാ നാളും കർത്താവ് കൂടെ ഇരിക്കും. ലോകാവസാനത്തോളം അവൻ കൂടെ ഇരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ പ്രോമിസ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പലപ്പോഴും നിർഭാഗ്യവശാൽ മകളിലെടുത്ത കാര്യം അങ്ങ് മാറ്റിയിട്ട് എന്തു പറയും, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത് അങ്ങ് ഏറ്റെടുക്കും. ആരോട് കൂടെ ഉണ്ടെന്നാ പറഞ്ഞേ? ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ട്, ഗ്ലോറി ടു ഗോഡ്, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് പുറപ്പെട്ട് പോകുന്ന ദൈവത്തിൻ്റെ ജനത്തോടുകൂടി കർത്താവ് ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കുന്നതാണ്. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് ദിവസങ്ങളിൽ നമ്മെ അതിനായിട്ട് ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കഴിഞ്ഞ ചില മാസങ്ങളായി നമ്മൾ ഒരേ വിഷയം തന്നെയാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും നീതീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നിത്യജീവനെ കുറിച്ചും. കർത്താവാണ് ന്യായപ്രമാണത്തിൻ്റെ നിവർത്തി. കർത്താവിലാണ് ന്യായപ്രമാണത്തിൻ്റെ പൂർണ്ണത നമ്മൾ കാണുന്നത്. ന്യായപ്രമാണത്തിലെ നിത്യജീവനും നിത്യമരണവും രണ്ടും ന്യായപ്രമാണത്തിൽ വെച്ചിട്ടുണ്ട്. ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും, അനുസരിക്കാത്തവൻ അതിനാൽ നിത്യമായ മരണത്തിലേക്ക്, രണ്ടാം മരണത്തിലേക്ക് ആ വ്യക്തി എന്ത് ചെയ്യും, മാറ്റപ്പെടും. ഒന്നാം മരണം എന്ന് പറയുന്നത് ദൈവമുള്ളവനും ദൈവമില്ലാത്തവനും ഒരുപോലെ ഒന്നാം മരണമുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ അവകാശമാക്കിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവിന് രണ്ടാം മരണത്തിൽ ദോഷം വരത്തില്ല. നിങ്ങളുടെ ഉള്ളിലെ
ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു. നമ്മൾക്ക് പുറത്തുനിന്നുണ്ട് ഒരു മനുഷ്യനുണ്ട്. നമ്മൾ ഒരു കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ കൈയും കാലും ഉടലും തലയും, ആ തലയിൽ നിന്നുള്ള സന്ദേശങ്ങളാണ് ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, വ്യാപരിക്കുന്നത്. തലയിൽ നിന്നുള്ള സന്ദേശങ്ങൾക്കനുസരിച്ചാണ് ശരീരം എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് പോലെ അകത്തെ മനുഷ്യനെ നമുക്ക് കണ്ണാടിയിലൂടെ കാണാൻ പറ്റുമോ? പറ്റത്തില്ല. അകത്തെ മനുഷ്യനെ കാണാനുള്ള കണ്ണാടിയാണ് ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനത്തിൽ നോക്കുമ്പോൾ പുറത്തെ മനുഷ്യന് ഒരു കൈയും കാലും ഉടലും അതിന് മുകളിൽ ഒരു തലയും ഉള്ളതുപോലെ അകത്തെ മനുഷ്യന് ഒരു ശരീരമുണ്ട്. ആ ശരീരം എന്ന് പറയുന്നത് ദേഹിയുടെ തലയാണ് ആത്മാവ്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ആ തല ആണ് ദേഹി എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ്റെ ആത്മമണ്ഡലത്തെ പിശാച് എന്ത് ചെയ്തു, തകർത്ത് കളഞ്ഞപ്പോൾ മനുഷ്യൻ ദേഹിയിലെ ജീവൻ അവന് നഷ്ടപ്പെട്ടു. ദേഹിയിലെ തലയാണ് നഷ്ടപ്പെടുന്നത്. പിന്നെ അവൻ ദേഹിയിലാണ് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ട് മനുഷ്യൻ അവൻ സ്വന്തം അറിവിൽ, സ്വന്തം ഇഷ്ടങ്ങളിൽ, സ്വന്തം ഇച്ഛകളിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, ജീവിക്കുന്നു. എന്നാൽ ദൈവത്തിലൂടെ നിത്യജീവൻ അവകാശമാക്കുവാൻ നിയമിക്കപ്പെട്ടവരുടെ ദൈവം പകരുന്ന ദൈവത്തിൻ്റെ ആത്മപകർച്ചയിലൂടെ അവൻ ആത്മാവിൽ ജീവനുള്ളവനായി മാറുമ്പോൾ അകത്തെ മനുഷ്യൻ്റെ തല ദൈവമായി മാറും. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ക്രിസ്തുവാണ് തല. ഗ്ലോറി ടു ഗോഡ്. അവൻ്റെ തലയിൽ നിന്ന് ശരീരമായ സഭയിലേക്ക്, ആ സന്ധികളിലേക്ക് എന്ത് ചെയ്യുന്നു, സന്ദേശങ്ങൾ എന്ത് ചെയ്യും, എത്തണം. അപ്പോൾ പുറത്ത് നമുക്ക് ഒരു തലയും ശരീരവും ഉള്ളതുപോലെ തന്നെ അകത്തും ഗ്ലോറി ടു ഗോഡ് ആത്മാവും ദേഹിയുമുണ്ട്. മനുഷ്യന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. അപ്പോൾ ദേഹിയിലെ ജീവനാണ് ആത്മാവ്. എന്നാൽ ആ ആത്മാവ് ഏദൻ തോട്ടത്തിൽ തന്നെ വെച്ച് പിശാച് എന്ത് ചെയ്തു, തകർത്ത് കളഞ്ഞു, തലയെ തകർത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് കർത്താവും പിശാചിന്റെ തല എന്ത് ചെയ്യുന്നത്, തകർത്തു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും ക്രിസ്തുവിൽ നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ ദേഹിയിൽ ആ ദൈവത്തിൻ്റെ മഹത്വം എന്ത് ചെയ്യുന്നത്, നമ്മളിൽ വെളിപ്പെടുന്നത്. കാരണം ക്രിസ്തു തലയായി. ഗ്ലോറി ടു. ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യൻ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് അനുഭവിച്ച് അറിയുവാൻ കഴിയും. അത് പുതുമനുഷ്യനെ ധരിച്ചു കൊള്ളണം. ആ പുതുമനുഷ്യൻ പുറത്തേക്ക് എന്ത് ചെയ്യും, വെളിപ്പെടും. ഈ ലോകത്തിൽ പുതുമനുഷ്യനെ പൂർണ്ണമായി ധരിച്ചുകൊണ്ട് ഒരാൾ ഈ ലോകത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും മുകളിൽ ദൈവത്തിൻ്റെ മഹത്വം പൂർണ്ണമായി വെളിപ്പെടുത്തിക്കൊണ്ടൊരു ശരീരം ഈ ഭൂമിയിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ടാണ് എല്ലാവരും കർത്താവിലേക്ക് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. നമുക്ക് അസാധ്യമായിരിക്കുന്ന കാര്യങ്ങൾ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ്റെ ശരീരത്തിൽ സാധ്യമാക്കി തീർത്തിട്ടുണ്ട്. നമുക്ക് അസാധ്യമായിരിക്കുന്നത് സാധ്യമാക്കുന്നവൻ്റെ മുമ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുട്ടുമടക്കുന്നത്. ഗ്ലോറി ടു ഗോഡ്. നീ ദൈവം, ഗ്ലോറി ടു, ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ച ശരീരത്തെ കാണുമ്പോൾ അവൻ്റെ മുൻപിൽ നമ്മുടെ മുട്ടെന്ത് ചെയ്യും, മടങ്ങും. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അവനെ എൻ്റെ കർത്താവായിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ സ്വീകരിക്കുന്നു. എനിക്ക് അസാധ്യമായ കാര്യങ്ങൾ നിവർത്തിച്ചവനെ ഞാൻ എൻ്റെ കർത്താവായിട്ട് എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അവൻ എൻ്റെ രക്ഷിതാവായി ഞാൻ എന്ത് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അത് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനും കാരണമായി തീരും. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ആ ന്യായപ്രമാണത്തിലെ നീതി യേശുക്രിസ്തുവിലൂടെ നമുക്കും വിശ്വാസത്താൽ സ്വയത്തമാക്കപ്പെടേണ്ടുന്നതിനാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനത്തിലൂടെ എന്ത് ചെയ്യുന്നത്, ധ്യാനിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. റോമർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായത്. അതിലെ ചില വാക്യങ്ങൾ മാത്രം ഒന്ന് എടുത്തിട്ട് 4-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. റോമർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി,
വിശ്വസിക്കുന്ന എല്ലാവർക്കും, ഇവിടെ വിശ്വസിക്കുന്ന എല്ലാവരും എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന യഹൂദജനവും അതിന് പുറത്തേക്കുള്ള സകലം പുറം ജാതിക്കാരും, ഭാഷകളാകട്ടെ, വംശങ്ങളാകട്ടെ, ഗോത്രങ്ങളാകട്ടെ, ജാതികളാകട്ടെ, സകല ജനതയ്ക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ന്യായപ്രമാണത്തിലൂടെയാണ് നിത്യജീവനെ ദൈവം എന്തിരിക്കുന്നത് വച്ചിരിക്കുന്നത്. ന്യായപ്രമാണത്തിലൂടെ അല്ലാതെ ഒരു ജഡവും നിത്യജീവനിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. പക്ഷെ ഇവിടെ പറയുന്നു ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താൽ നിത്യജീവൻ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ക്രിസ്തുവിലാണ് അത് വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ നീതിയാണ്. ആർക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ നീതി? നമുക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ നീതിയാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ടത്. ആ ദൈവനീതി നമ്മൾ വിശ്വാസത്താൽ അവകാശമാക്കണം. വിശ്വാസത്താൽ നമ്മൾ അവകാശമാക്കുമ്പോൾ അകത്തെ മനുഷ്യന് ഈ പറഞ്ഞ പോലെ തലയിൽ തെളിച്ചവും വെളിച്ചവും ജീവനും ഒക്കെ എന്ത് ചെയ്യും? ഉണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. പുതുക്കം പ്രാപിക്കുന്ന അനുഭവം അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യും? ഉണ്ടാവും. കാരണം ദൈവത്തിൻ്റെ നീതി യേശുക്രിസ്തുവിൽ എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ആർക്ക് വേണ്ടിയിട്ടുള്ള നീതി? നമുക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ നീതിയാണ് വെളിപ്പെടുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ നീതി ദൈവത്തിന് പ്രത്യേകിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ആരെയും വെളിപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ നീതി എന്താ? ന്യായപ്രമാണത്തിൻ്റെ നീതിയാണ് വെളിപ്പെട്ടത്. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെട്ട ഒരു ശരീരത്തിന് മാത്രമേ നിത്യജീവനിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യത്തുള്ളൂ? കഴിയത്തുള്ളൂ. അങ്ങനെ ന്യായപ്രമാണത്തിൻ്റെ പൂർണ്ണതയായ ക്രിസ്തു മരണത്തെ ജയിച്ച് മൂന്നാമത്തെ ദിവസം എന്ത് ചെയ്തു? പുനരുത്ഥാനം ചെയ്തു. ഗ്ലോറി ടു ഗോഡ്. അത് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്താലുള്ള നീതീകരണം നമുക്കും എന്ത് ചെയ്യുന്നു? ലഭിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവേശുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. ക്രിസ്തുവേശുവിൽ ജനിക്കുന്നവരും ക്രിസ്തുവേശുവിൽ ജീവിക്കുന്നവരും ക്രിസ്തുവേശുവിൽ മരിക്കുന്നവരും ഭാഗ്യവാന്മാർ. കാരണം എന്താണ്? ക്രിസ്തുവേശുവിൽ ഈ മരിക്കുന്നവൻ നിത്യതയിൽ ജീവിക്കും. അതുകൊണ്ടാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവേശു ഇല്ലാതെ മരിക്കുന്നവൻ നിത്യതയിൽ എന്ത് ചെയ്തില്ല? കാണത്തില്ല. നിത്യതയിൽ കാണുന്ന ഭക്തന്മാർ. ഗ്ലോറി ടു ഗോഡ്. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഗ്ലോറി ടു. വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ 40 ദിവസം ഉപവാസം എടുത്തിട്ടുള്ള ഭക്തന്മാരെയും കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് 40 ദിവസം എന്ത് ചെയ്തു? 40 ദിവസം ഉപവസിച്ചു. ശത്രുവിൻ്റെ പോരാട്ടങ്ങളുണ്ടായി, പരീക്ഷകളുണ്ടായി. എന്നാൽ കർത്താവ് അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? അതിനെല്ലാം അതിജീവിക്കുന്നു, ജയിക്കുന്നു. പിന്നെ 40 ദിവസം ഉപവാസം എടുത്ത മറ്റൊരു ഭക്തനെ നമ്മൾ നോക്കുമ്പോൾ ഏലിയാവ് 40 ദിവസം എന്തിട്ടുണ്ട്? ഉപവസിച്ചിട്ടുണ്ട്. മറ്റൊരാളെ നമ്മൾ നോക്കുമ്പോൾ മോശ 40 ദിവസം എന്തിട്ടുണ്ട്? ഉപവസിച്ചിട്ടുണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. പ്രവാചകന്മാരിൽ ഏലിയാവും ന്യായപ്രമാണത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന മോശ. പ്രവചന പുസ്തകത്തെ എല്ലാം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ആരാണ്? ഏലിയാവ്. ന്യായപ്രമാണ പുസ്തകത്തെ മുഴുവനും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് മോശയാണ്. ഗ്ലോറി ടു ഗോഡ്. നിത്യജീവൻ ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്നു. മറുരൂപമലയിൽ കർത്താവ് എന്ത് ചെയ്യുന്നു? രൂപാന്തരപ്പെടുന്നു. അവിടെ ആര് വരുന്നു? മോശ വരുന്നു, ഏലിയ വരുന്നു. ഈ 3 പേർ, യേശു ദൈവപുത്രനാണ്. മോശ ഇസ്രായേൽ മക്കളുടെ നേതൃത്വത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ദാസനാണ്. പ്രവാചകൻ ഏലിയാവ് ദൈവത്തിൻ്റെ പ്രവചനം ഉൾക്കൊണ്ട ദൈവത്തിൻ്റെ ദാസനാണ്. ഗ്ലോറി ടു ഗോഡ്. ഇവർ രണ്ടുപേരും പുത്രനായ ക്രിസ്തുവും ഉപവാസം എടുക്കുന്ന സമയത്തിൽ 40 ദിവസത്തെ കണക്കാണ് എന്ത് ചെയ്യുന്നത്? കാണുന്നു. ഈ 40 ദിവസത്തിൻ്റെ ഉപവാസത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടത് തേജസ്കരണത്തിലാണ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഉപവസിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഉപവസിക്കുന്നു എങ്കിൽ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തിനു വേണ്ടി ഉപവസിക്കണം? തേജസ്കരണം പ്രാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ത് ചെയ്യാൻ? ഉപവസിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അത് ഒരു ദിവസമായാലും 40 ദിവസമായിരുന്നാലും ദൈവപുത്രനായ ക്രിസ്തുവിനോട് കൂടെ നിത്യതയിൽ കാണപ്പെടേണ്ടുന്നതിന് തേജസ്കരണം പ്രാപിക്കാനായിരിക്കണം നമ്മൾ ഉപവാസം എടുക്കാൻ. ഈ 3 പേരുടെ കാര്യങ്ങളും ദിവസം നമ്മൾ നോക്കുമ്പോൾ കൃത്യമായി 40 ദിവസമാണ് എന്ത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞാൽ എല്ലാവരും തേജസ്കരിക്കപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപവസിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടെ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ.
യേശു തേജസ്കരിക്കപ്പെടുമ്പോൾ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവൻ തന്നെയാണെന്ന് പറയുന്നവനും ദൈവസന്നിധിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 40 രാവും പകലും എന്ത് ചെയ്തവനാണ്? ഉപവസിച്ച. പ്രവാചക പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നവൻ ഇവൻ തന്നെയാണ് എന്ന് സകല പ്രവാചകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുന്നവനും 40 രാവും പകലും എന്ത് ചെയ്തു? ഉപവസിച്ചാണ്. മറുവമലയിൽ പൂർണ്ണമായി തേജസ്കരിക്കപ്പെട്ടവൻ 40 ദിവസം എന്ത് ചെയ്തു? ഉപവസിച്ചവനാണ്. നമ്മളും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? ഉപവസിക്കുന്നു. എന്തിനുമേ? ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ച്, ക്രിസ്തുവിനോടുകൂടി തേജസ്കരിക്കപ്പെടാനാണെങ്കിൽ ഹല്ലേലൂയ, അതാണ് ഉപവാസം. കർത്താവിനോട് കൂടെ ആയിരിക്കുവാൻ. ഹല്ലേലൂയ. മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർ ദുഃഖിക്കേണ്ട ആവശ്യം ഇല്ല. എന്നാൽ മണവാളൻ അകന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? ദുഃഖമുണ്ടാകും. അതിനർത്ഥം എപ്പോഴും നമ്മുടെ മണവാളൻ നമ്മളോടുകൂടെ ഉണ്ട് എന്നുള്ള ആ അനുഭവത്തിൽ നിന്നൊരു ചെറിയ വ്യത്യാസം ഉണ്ടായാൽ ആ മണവാളനുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഉപവസിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൽ നിന്ന് പല കാര്യങ്ങൾ ലഭിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഉപവസിക്കുന്നത്. എന്നാൽ മണവാളന്റെ സാന്നിധ്യം ഒരല്പം വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആ അകൽച്ച ഉണ്ടാകാതെ എപ്പോഴും ചേർന്നിരിക്കത്തക്ക രീതിയിൽ നമ്മൾ ദൈവത്തോട് ക്രമം ഉണ്ടാകേണ്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ? ഉപവസിക്കാൻ. അങ്ങനെ നമ്മൾ ഉപവസിച്ചും ദൈവവചനത്തിൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കർത്താവിൽ ഇഴുകിച്ചേർന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ മധ്യാകാശത്തിൽ നമ്മൾ തേജസ്കരിക്കപ്പെടും. ആ ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർ കർത്താവ് മറുരൂപമലയിൽ തേജസ്കരിക്കപ്പെട്ട പോലെ എന്ത് ചെയ്യും? തേജസ്കരിക്കപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ച ശരീരത്തോടു കൂടി എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും അവൻ കർത്താവാണ്. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വം ദൈവജനത്തിൻ്റെ മേൽ ധാരാളമായിട്ട് എന്ത് ചെയ്യട്ടെ? പകരപ്പെടട്ടെ. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി, ആ തേജസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, ഈ എല്ലാവർക്കും എന്ന് പറയുന്നത് യഹൂദനും പുറം ജാതിക്കാർക്ക് വേണ്ടി, അവർക്കും പുറം ജാതിക്കാർക്കൊട്ടുള്ളവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ന്യായപ്രമാണത്തിൻ്റെ നീതിയായ നിത്യജീവൻ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ എത്തിയിരിക്കുന്നു, വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. 24-ാമത്തെ വാക്യം, അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. കർത്താവ് നമുക്ക് നൽകുന്ന കൃപയാലാണ് യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? നീതീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 28-ാമത്തെ വാക്യത്തിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം ദൈവം എന്ത് ചെയ്യുന്നു? കൊടുത്തിരുന്നു. അതിലൂടെ ആണ് അവർക്ക് നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അനുമതി എന്ത് ചെയ്തിരിക്കുന്നത്? വച്ചിരിക്കുന്നത്. പ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ എന്ത് ചെയ്യും? ജീവിക്കും. പക്ഷെ ഇവിടെ നമ്മൾ വായിച്ചെന്താണ്? മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ള നീതീകരണം? നിത്യജീവൻ അവകാശമാക്കുവാനുള്ള നീതീകരണം. ഗ്ലോറി ടു ഗോഡ്. യേശുക്രിസ്തുവിലൂടെയാണ് ശിക്ഷാവിധി എന്ത് ചെയ്തത്? നീങ്ങിപ്പോയത്. നീതീകരണവും യേശുക്രിസ്തുവിലൂടെയാണ്. ക്രൂശ് മരണത്തിൽ നമ്മുടെ ശിക്ഷാവിധി എന്ത് ചെയ്തു? കർത്താവിൽ നീങ്ങിപ്പോയി. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ശാപമായി തീർന്നു. നമ്മുടെ ശാപം അവൻ്റെ മേലായി, നമ്മുടെ ശിക്ഷാവിധി അവൻ്റെ മേലായി. അത് വിശ്വസിക്കുമ്പോൾ നിത്യനരകത്തിൽ നിന്നുള്ള രക്ഷ നമുക്ക് എന്ത് ചെയ്യാണ്? ലഭിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് അനുസരിച്ചതുകൊണ്ട് നിത്യജീവൻ കർത്താവ് എന്ത് ചെയ്തു? ആ ശരീരം പ്രാപിച്ചു. നമ്മെപ്പോലെ ഒരു ജഡശരീരത്തിലാണ് ക്രിസ്തു എന്ത് ചെയ്തത്? വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അബ്രഹാമിൽ നിന്ന്, ഇസഹാക്കിൽ നിന്ന്, യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങളായി, അതിൽ നിന്ന് ദാവീദിന്റെ കുലത്തിൽ നിന്ന് ജഡശരീരത്തിൽ ക്രിസ്തു എന്ത് ചെയ്തു? ജനിച്ചു. മറിയയിൽ അവൻ ക്രൂശിൽ എന്ത് ചെയ്തു? മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ഇതാകുന്നു സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തു. ആ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയും നീതീകരണവും അവകാശമാകുവാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വിശ്വസിക്കേണ്ടത്.
അതിന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ദൈവാത്മാവ് എന്ത് ചെയ്യണം? വ്യാഖ്യാനിച്ച് തരണം. വചനത്തിലെ വെളിപ്പാട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 30-ാമത്തെ വാക്യത്തിൽ, ദൈവം ഏകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ഇവിടെ ഏകനായ സത്യദൈവം യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. അപ്പോൾ നീതീകരണം വിശ്വാസമാണ് അടിസ്ഥാനം. യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ അല്ലാതെ യഹൂദനായാലും പുറംജാതിക്കാരനായാലും നിത്യജീവൻ അവകാശമാക്കാൻ സാധ്യമല്ല. പ്രമാണം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ചിട്ടുണ്ട്. ഇന്നും അവരത് ഫോളോ ചെയ്യുന്നു. ദൈവമക്കളെ സംബന്ധിച്ചിട്ടുള്ള പ്രമാണം കയ്യിലിരിക്കുന്ന ഈ എഴുതപ്പെട്ട പുസ്തകമല്ല. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം പ്രമാണം, ഞാൻ എൻ്റെ ആത്മാവിനാൽ എൻ്റെ പ്രമാണം, ന്യായപ്രമാണം നിന്റെ ഉള്ളിൽ ആക്കും, നിന്റെ ഹൃദയത്തിൽ എഴുതും. പഴയ നിയമത്തിൽ കല്ലിൽ ദൈവം എഴുതി, കയ്യിൽ എഴുതി, കൈ കൊണ്ട് എഴുതി കൊടുത്തു. പുതിയ നിയമത്തിലോ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുന്നു. പ്രമാണത്തിന് മാറ്റമുണ്ടോ? ഇല്ല. എഴുത്തിന് മാറ്റമുണ്ട്. ഒന്ന് കൈ കൊണ്ട് എഴുതി, അത് പുറത്ത് കല്ലിലെഴുതിയ അക്ഷരത്തിൻ്റെ കൈയെഴുത്ത്. മറ്റൊന്നെന്താണ്? ആത്മാവിൻ്റെ എഴുത്ത്. പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യുന്നു? ഹൃദയത്തിൽ എഴുതുന്നു. ഞാൻ അവരുടെ അകൃത്യങ്ങളെ പാപങ്ങളെയും എന്ത് ചെയ്യുന്നില്ല? ഓർക്കുകയുമില്ല. കാരണം യേശുക്രിസ്തുവിലൂടെ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ ശിക്ഷാവിധി പരിഹരിക്കപ്പെട്ടു. അത് വിശ്വസിക്കുന്നവന് യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണം, യഹൂദനായാലും ശരി പുറംജാതിക്കാരനായിരുന്നാലും ശരി, യേശുവിനെ നിഷേധിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കാൻ ലോകത്തിലാർക്കും സാധ്യമല്ല. അതാണ് സുവിശേഷം. മറ്റൊരുവനുമില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഞാൻ മുഖാന്തരം അല്ലാതെ, ആ പദം ശ്രദ്ധിക്കണം, ഞാനാണ് മുഖാന്തരം. ഗ്ലോറി ടു. യേശുവിൻ്റെ ഡിക്ലറേഷനാണ്. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. എത്താൻ കഴിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യട്ടെ? എത്തിക്കോട്ടെ. എത്തുവോ? ഇല്ല. കാരണം അത് കർത്താവ് പറഞ്ഞിരിക്കുന്ന പ്രഖ്യാപനമാണ്. അത് ആർക്കും തന്നെ ഖണ്ഡിച്ച് കളയാൻ ചെയ്യത്തില്ല, സാധ്യമല്ല. ഏക സത്യദൈവത്തെയും അവൻ്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. എല്ലാവരും ദൈവത്തെ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നവരാണ്. എല്ലാ മനുഷ്യനും, ഏറെക്കുറെ എല്ലാവരും. എത്തിസ്റ്റുകളായിട്ടുള്ളവർ ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല എന്ന് അവരെന്ത് ചെയ്യുന്നു? പറയുന്നു. ദൈവം ഇല്ല എന്നാണ് അവരെന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പൊ ആദ്യം പറയുന്ന പദം തന്നെ എന്താണ്? ദൈവം എന്നാണ്. ദൈവം ഇല്ല. അപ്പൊ ഉള്ളതിനെ പറഞ്ഞിട്ടാണ് ഇല്ല എന്ന് അവരെന്ത് ചെയ്യണം? പറയുന്ന ആ ഒരൊറ്റ കാര്യം കൊണ്ട് അവരെ ഖണ്ഡിച്ച് കളയാൻ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് നീ എങ്ങനെ പറയുന്നു? ദൈവം ഇല്ല എന്നല്ല അവൻ പറയുന്നു. അപ്പോ ഗ്ലോറി ടു ഗോഡ്. സാമാന്യ ബുദ്ധിയുള്ളവന് എന്ത് ചെയ്യും? മനസ്സിലാവും. ഓക്കെ. അപ്പൊ കർത്താവോടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും അവരുടെ ആത്മാക്കളുടെ പിതാവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യത്തില്ല? എത്തത്തില്ല. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഞാൻ തന്നെയാണ് അതിനുള്ള വഴി. ഞാൻ തന്നെയാണ് പിതാവിൻ്റെ അടുക്കൽ എത്താനുള്ള സത്യം. ഞാൻ തന്നെയാണ് നിന്റെ ആത്മാവിന് പിതാവിൻ്റെ അടുക്കൽ എത്താൻ നീ പ്രാപിക്കേണ്ടിയ ജീവൻ. ആ ജീവൻ എന്നിൽ നിന്ന് നീ പ്രാപിക്കാതെ പിതാവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യത്തില്ല? എത്തുകയില്ല. യേശുവിൻ്റെ അടുക്കൽ വരാതെ ആത്മാവിൻ്റെ ജീവൻ എന്ത് ചെയ്യത്തില്ല? പ്രാപിക്കുക അസാധ്യമാണ്. ഹല്ലേലൂയ. നേരത്തെ ഞാൻ പറഞ്ഞു, ശരീരം ഉണ്ട്, തലയുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ഈ സ്പൈനൽ കോഡിനൊരു വിഷയം വന്നു കഴിഞ്ഞാൽ തലയിൽ നിന്നുള്ള സന്ദേശം ഒന്നും എന്ത് ചെയ്യത്തില്ല? ബോഡിയിൽ വരത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ആത്മാവിൽ ജീവനില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ജീവനിൽ നിന്നുള്ള ഒരു കാര്യവും അവന്റെ ദേഹിയിൽ എന്ത് ചെയ്യത്തില്ല? പ്രവേശിക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? തലച്ചോറിലുള്ള സന്ദേശങ്ങൾ ശരീരത്തിൽ എത്തണമെങ്കിൽ സ്പൈനൽ കോഡ് കറക്റ്റ് ആയിരിക്കണം. സ്പൈനൽ കോഡ് ഡാമേജ് ആയി കഴിഞ്ഞാൽ തലച്ചോറിലുള്ള ഒരു സന്ദേശം എന്ത് ചെയ്യത്തില്ല? ബോഡിയിൽ വരത്തില്ല. എന്ന് പറയുന്നത് പോലെ തന്നെ അകത്തെ മനുഷ്യൻ എന്തുണ്ട്? ദേഹിയും ആത്മാവ്, തലയും ഉണ്ട്. ആ തലയ്ക്ക് ക്ഷതം എന്ത് ചെയ്തു? സംഭവിച്ചപ്പോൾ ദേഹിയിൽ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിൽ നിന്നുള്ള സന്ദേശം എന്ത് ചെയ്യത്തില്ല? അവന് കിട്ടത്തില്ല. ആത്മാവിൽ ജീവൻ ലഭിക്കുമ്പോഴാണ് ആ സന്ദേശം അവൻ എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഏക സത്യദൈവത്തെയും അവന്റെ പുത്രനായ ക്രിസ്തുവിനെ അറിയുന്നത്. സത്യദൈവം ഉണ്ടെന്ന് മാത്രം വിശ്വസിക്കുന്നതുകൊണ്ട് നിത്യജീവനിൽ കിടക്കത്തില്ല. അവന്റെ പുത്രനായ ക്രിസ്തുവിനെ കൂടെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഗ്ലോറി ടു ഗോഡ്.
ഒന്നാം നൂറ്റാണ്ടിലെ അഭിഷിക്തന്മാർ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവമക്കൾക്ക് ഒരു വചനത്തിലൂടെ ഒരു വെളിപ്പാട് യോഹന്നാൻ കൊടുത്തിരുന്നു. എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ വ്യാപരിക്കുന്നു. അന്നുമുണ്ട്. എന്താണ് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്? പുത്രനെ നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പുത്രനെ നിഷേധിക്കുന്നവർ തന്നെ എതിർ ക്രിസ്തു. ആ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് അന്നും ഇന്നും എന്നും എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നമ്മൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അറിയുന്നു. കർത്താവിന്റെ മഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ആമേൻ. അപ്പൊ നീതീകരിക്കുന്ന വിശ്വാസമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? വേണ്ടത്. ഹല്ലേലൂയ. കാരണം നീതീകരണം കൂടാതെ നിത്യജീവൻ എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. ബലാത്കാരികൾ ദൈവരാജ്യം എന്ത് ചെയ്യും? പിടിച്ചടക്കും. നമ്മളുടെ ആത്മമണ്ഡലത്തിൽ ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിക്കുവാനുള്ള പോരാട്ടത്തെ നമുക്ക് അതിജീവിക്കാൻ എന്ത് ചെയ്യണം? കഴിയണം. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവരാജ്യം ബലാത്കാരം ചെയ്യുന്നു. ലോകത്തിലെ കാര്യങ്ങൾ ബലാത്കാരം ചെയ്യുന്ന വിശ്വാസമല്ല ഇവിടെ പറയുന്നത്. യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ അവകാശമാക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ എന്ത് ചെയ്യുന്നു? കുരുടാക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനത്തെ വിളങ്ങിക്കുവാൻ ഇരുളിൽ നിന്ന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യട്ടെ? ആ വെളിച്ചം പ്രകാശിപ്പിച്ചു തരട്ടെ. അതിലൂടെയാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വെളിപ്പാടുകൾ, ദൈവവചനത്തിലെ ജ്ഞാനം, വചനത്തിലെ വ്യാഖ്യാനം നമുക്ക് പ്രാപിക്കാൻ കഴിയുക. ഗ്ലോറി ടു ഗോഡ്. ജഡം ബലഹീനം, ആത്മാവ് ഒരുക്കമുള്ള. എന്താണ് ജഡം ബലഹീനം എന്ന് പറയുന്നത്? ദൈവത്തിന്റെ പ്രമാണം, ന്യായപ്രമാണം അനുസരിപ്പാൻ ജഡം ബലഹീനമാണ്. പക്ഷേ നിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ന്യായപ്രമാണത്തെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? എഴുതിയിരിക്കുന്ന ആത്മാവ്. ജഡം ന്യായപ്രമാണം അനുസരിക്കേണ്ടതിന് ബലഹീനമാണെങ്കിലും അകത്ത് പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ഒരുക്കമുള്ളതാണ്. എന്തിനു വേണ്ടി ഒരുക്കമുള്ളത്? പ്രമാണത്തെ അനുസരിപ്പാൻ ഒരുക്കമുള്ള ആത്മാവാണ് അകത്ത് പ്രാപിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ചിലർ ജഡം ബലഹീനം, ആത്മാവ് ഒരുക്കമുള്ള. എന്താണ് അർത്ഥം? ജഡം ബലഹീനമാണ്. എന്തിനു വേണ്ടിയിട്ട് ജഡം ബലഹീനം? ഇവിടെ പറയുന്ന സബ്ജക്റ്റുകൾ പ്രിയമുള്ളവർ, നമ്മൾ ഏകദേശം 20 മണിക്കൂറോളം നമ്മൾ ഈ സബ്ജക്റ്റ് സംസാരിച്ച് കഴിഞ്ഞതാണ്. ഞാൻ ഈ ദിവസങ്ങൾ ചിന്തിക്കുകയാണ്, കർത്താവ് ഒറ്റ സബ്ജക്റ്റിൽ നമ്മൾ നിൽക്കുകയാണ്. മറ്റ് ചില വിഷയങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഇനിയും പ്രാപിക്കാനുണ്ട്. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസത്താലുള്ള നീതീകരണം വളരെ വലിയൊരു സബ്ജക്റ്റാണ്. ആ നിയമങ്ങൾ മുഴുവനും നിവൃത്തിയാക്കപ്പെട്ടത് ക്രിസ്തുവിലാണ്, ക്രൂശിലാണ്. ആ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, നിത്യമായ നരകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ക്രൂശിന്റെ വചനം അവർക്ക് ഭോഷത്വം. എന്നാൽ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ജഡം ബലഹീനമെങ്കിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഒരുക്കമുള്ള ആത്മാവ്. ഈ ഒരുക്കമുള്ള ആത്മാവ് എന്താണ്? യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചപ്പോൾ അവനിലിരുന്ന അതേ പരിശുദ്ധാത്മാവാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം എന്ത് ചെയ്യുന്നത്? പകർന്നു കൊടുക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ നിത്യജീവനാണ് പരിശുദ്ധാത്മാവ്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ആ ലഭിക്കുന്ന ആത്മാവ് എന്താണ്? ഒരുക്കമുള്ള ആത്മാവ്. എന്തിനൊരുക്കമുള്ള ആത്മാവ്? ബലഹീനമായ ജഡശരീരത്തെ ന്യായപ്രമാണത്തെ അനുസരിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ആ ഒരുക്കം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നടക്കുന്നുണ്ടെങ്കിൽ അകത്തെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതു മനുഷ്യൻ എന്ത് ചെയ്യും? പുറത്തു വരും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ജീവനും വിശുദ്ധിയും ഉള്ള ആരാധനയെ കുറിച്ച് പറയുന്നത്. ജീവനും വിശുദ്ധിയും എന്ന് പറഞ്ഞാൽ എന്താ? അകത്ത് ജീവൻ, അകത്ത് ജീവൻ ഉണ്ടെങ്കിൽ പുറത്ത് വിശുദ്ധി വരും. ഗ്ലോറി ടു ഗോഡ്. ജീവൻ അകത്തും വിശുദ്ധി പുറത്തും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറട്ടെ. അതാണ് ബുദ്ധിയുള്ള എന്ത്? ആരാധന. നിങ്ങളുടെ അവയവങ്ങളെ ദൈവസന്നിധിയിൽ, ദൈവത്തിന്റെ യാഗപീഠത്തിൽ എന്ത് ചെയ്യുവിൻ? സമർപ്പിക്കുവിൻ. ഗ്ലോറി ടു ഗോഡ്. അവന്റെ ഹിതം എന്തെന്ന് നിങ്ങൾ അറിയേണ്ടുന്നതിന് മനസ്സ് പുതുക്കി എന്ത് ചെയ്യുവിൻ? രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തോട് എന്ത് ചെയ്യരുത്? അനുരൂപപ്പെടരുത് എന്ന് പറയുമ്പോൾ അനുരൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അനുരൂപപ്പെടരുത്. ദൈവത്തിന്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം. ദൈവഹിതത്തിലെ 3 കാര്യങ്ങളുണ്ട്. നന്മയുണ്ട്,
അത് നമുക്ക് നന്മയാണ്. പ്രസാദം ആർക്കാണ് പ്രസാദം? ദൈവത്തിന് അത് പ്രസാദം. പൂർണ്ണതയുള്ള ദൈവം നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ ഹിതത്തിൽ പൂർണ്ണത ഗ്ലോറിറ്റുക. അത് തിരിച്ചറിയേണ്ടുന്നതിന് മനസ്സ് പുതുക്കി എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. ബുദ്ധിയുള്ള ആരാധനയിൽ ജീവനും വിശുദ്ധി എന്ത് ചെയ്യും? ഉണ്ടാകും. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ ഇവിടെ പറയുന്നു, യേശുക്രിസ്തു മുഖാന്തരം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ തന്നെ അഗ്രചർമ്മികളെ എന്ത് ചെയ്യുന്നു? നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? പൗലോസ് ചോദിക്കുന്ന കാര്യമാണ്. ഒരു നാളുമില്ല നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക എത്ര ചെയ്യുന്നു. ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ന്യായപ്രമാണം വേണ്ടേ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം കൊണ്ട് നിത്യജീവൻ അവകാശമാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യേശുവിലുള്ള വിശ്വാസം മാത്രം മതിയല്ലോ. ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയാണ്. അവിടെ വായിക്കുന്ന ഇതാണ്, ശ്രദ്ധിക്കുക. ആകയാൽ 31-ാമത്തെ വാക്യം, നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളും ഇല്ല. ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക എത്രയാണ് ചെയ്യുന്നത്. ന്യായപ്രമാണം ആരിലാണ് പൂർണ്ണമായി കണ്ടത്? ക്രിസ്തുവിലെ ന്യായപ്രമാണത്തെ നമ്മൾ വിശ്വാസത്താൽ എന്ത് ചെയ്യുന്നു? അത് എനിക്കും കൂടെ അവകാശപ്പെട്ടതാണെന്ന് വിശ്വാസത്താൽ ഉറപ്പിക്കുക. ഗ്ലോറിറ്റുകൾ. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്തുകൊണ്ടാണ് വരുന്നത്? ന്യായപ്രമാണം കൊണ്ട് തന്നെയാണ് വരുന്നത്. മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കല്ലിൽ എന്ത് ചെയ്തു? കൊടുത്തു. പുതിയ നിയമസഭയ്ക്കോ ദൈവം ഹൃദയത്തിൽ കൊടുത്തു. പ്രമാണം രണ്ടും ഒന്നേ. ഗ്ലോറിറ്റുകൾ. പക്ഷേ ന്യായപ്രമാണത്തെ അനുസരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇല്ല. പുതിയ നിയമത്തിലോ ജഡം ബലഹീനമെങ്കിലും ആത്മാവ് ഒരുക്കമുണ്ട്. മറ്റത് ജഡം ബലഹീനമാണ്, പരിശുദ്ധാത്മാവ് ഇല്ല. ഇല്ലാത്തതുകൊണ്ട് നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് കഴിയത്തില്ല. അപ്പോൾ നമ്മൾക്ക് ആത്മാവ് കിട്ടേണ്ടി എന്തിനാണ്? ഗ്ലോറി ടു ഗോഡ്. ചിന്തിക്കണം, വചനത്തിലൂടെ ചിന്തിക്കണം. നിത്യജീവനാണ് പരിശുദ്ധാത്മാവ്. 4-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനെ ഇസ്രായേൽ മക്കൾക്ക് മാത്രമുള്ള പിതാവല്ല, സകല ജാതികൾക്കും കൂടെ ഉള്ള പിതാവ്. അപ്പോൾ ജഡപ്രകാരം യഹൂദ ജനത അബ്രഹാമിന്റെ രക്തമാണ്. പുറം ജാതിക്കാർ അബ്രഹാമിന്റെ രക്തത്തിൽ പിറന്നവരാണോ? അല്ല. പക്ഷെ അബ്രഹാമിന്റെ വിശ്വാസത്താൽ നമ്മൾക്ക് അബ്രഹാം ആരായിരിക്കുന്നു? പിതാവ്. രക്തത്തിൽ നിന്ന് വന്നവർക്കും ഇസ്രായേൽ മക്കൾക്ക് അബ്രഹാം ആരാണ്? പിതാവ്. അപ്പോൾ പരിച്ഛേദനക്കാർക്കും പുറം ജാതിക്കാർക്കും ഒരുപോലെ അബ്രഹാം എന്താണ്? പിതാവ്. പരിച്ഛേദനക്കാർ ന്യായപ്രമാണം സംബന്ധിച്ച് യഹൂദന്മാർക്ക് ആര് പിതാവ്? അബ്രഹാം. പുറം ജാതിക്കാർക്കോ വിശ്വാസം സംബന്ധിച്ച് നമുക്ക് അബ്രഹാം ആരാണ്? പിതാവ്. കർത്താവിൻ്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ അവിടെ വായിക്കുന്ന ശ്രദ്ധിക്കുക. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം, അവിടെ നമ്മുടെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമുള്ളതല്ല, പുറം ജാതിക്കാരായി ആത്മപകർച്ച ലഭിച്ചിരിക്കുന്ന നമുക്ക്, യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താൽ നീതി ലഭിച്ചിരിക്കുന്ന നമുക്കും കൂടി അബ്രഹാം ആരാണ്? പിതാവ്. ഗ്ലോറി ടു ഗോഡ്. അബ്രഹാം ജഡപ്രകാരം എന്ത് പ്രാപിച്ചു എന്ന് പറയേണ്ടു. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പിപ്പാൻ സംഗതിയുണ്ട്. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. കാരണം പ്രമാണത്തെ ഞാൻ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു? അനുസരിച്ചു. അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ ന്യായപ്രമാണം ദൈവം എന്ത് ചെയ്യില്ല, യഥാർത്ഥത്തിൽ കൊടുത്തിട്ടില്ല. മോശയ്ക്കാണ് ദൈവം എന്ത് ചെയ്തത്? മോശയ്ക്ക് ശേഷം, അതായത് അബ്രഹാമിന് 430 വർഷം കഴിഞ്ഞിട്ടാണ് ന്യായപ്രമാണം തന്നെ എന്ത് ചെയ്തത്? വന്നത്. അപ്പോൾ ഇവിടെ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വരികയാണ്. അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതി ഉണ്ട്. എന്നാൽ ദൈവസന്നിധി ഇല്ലതാൻ. തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. അബ്രഹാം ദൈവത്തെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. എന്ത് കാര്യത്തിലാണ് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചത്? ഞാൻ നിന്നെ ബഹുജാതികൾക്ക് എന്ത് ചെയ്യും? പിതാവാക്കും എന്ന് ദൈവം അബ്രഹാമിന് എന്ത് ചെയ്തു? വാഗ്ദത്തം കൊടുത്തു. ഹല്ലേലൂയ. ആ വാഗ്ദത്തം ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും.
അപ്പൊ അബ്രഹാമിന് ദൈവം കൊടുത്ത വർധനവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ഇതിൽ കിടപ്പുണ്ട്. എന്താണ് അബ്രഹാമിന് ദൈവം കൊടുത്ത വർധനവ്? 6-ാം വാക്യം ശ്രദ്ധിക്കണം. നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. അനേക ജാതികളിൽ നിന്ന് അബ്രഹാമിന്റെ വിശ്വാസം മൂലം നിത്യജീവൻ അവകാശമാക്കേണ്ടുന്നതിന് അബ്രഹാമിനെ എന്ത് ചെയ്യുന്നു? ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നു. ആ വർധനവ് ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താലുള്ള നീതീകരണം, ജാതികൾ, വംശങ്ങൾ, ഗോത്രങ്ങൾ, ഹല്ലേലൂയ, എല്ലാ ട്രൈബൽസിനകത്തോട്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? യേശുവിന്റെ സുവിശേഷം പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അബ്രഹാമിന് ദൈവം കൊടുത്ത വർധനം എന്നാണ് സകല ജാതികളും യേശുക്രിസ്തു മുഖാന്തരം നിത്യജീവൻ അവകാശമാക്കും എന്നുള്ള അവകാശം, എന്നുള്ള വാഗ്ദത്തം ദൈവം അബ്രഹാമിന് കൊടുത്തു. ആ വാഗ്ദത്തെ അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. ആ വിശ്വസിച്ചതിന്റെ വർധനമാണ് ഇന്ന് ഈ തലമുറയിൽ പോലും കാണുന്ന സുവിശേഷീകരണത്തിലൂടെ സകല ജാതികളും, വംശങ്ങളും, ഗോത്രങ്ങളും, ഭാഷകളും, ഏത് കുലത്തിൽ നിന്നും, ഏത് ജാതിയിൽ നിന്നും, ഏത് വംശത്തിൽ നിന്നും ഇന്ന് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവരുണ്ട്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച വിശ്വാസത്താൽ അവകാശമാക്കിയതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഗ്ലോറി ടു ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ സകല ജാതികളും അവകാശമാക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് അബ്രഹാം വിശ്വസിക്കുമ്പോൾ അതേ അധ്യായത്തിൽ തന്നെ 18-ഉം 19-ഉം വാക്യം, നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം കൊടുക്കുന്ന സമയത്തിൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം പ്രായം ചെന്നവനാണ്. അബ്രഹാമിന് സാറയിലും മക്കൾ തന്നെ എന്ത് ചെയ്യുന്നില്ല, ജനിച്ചിരുന്നില്ല. വളരെ പ്രായം ചെന്ന് കഴിയുന്ന സമയത്തിലാണ് ദൈവം പറയുന്നത്, ബഹുജാതികൾക്ക് ഞാൻ നിന്നെ എന്ത് ചെയ്യും? പിതാവാകും. ചരിത്രം പറഞ്ഞിരിക്കാൻ സമയം പോരല്ലോ. നമുക്കറിയാം, അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവാണെങ്കിലും ദേശത്തിൽ ക്ഷാമമുണ്ടായപ്പോൾ മിസ്രൈമിലേക്ക് കടന്നു പോവുകയും അവിടെ നിന്ന് ഒരു അടിമ സ്ത്രീ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരികയും ആ അടിമ സ്ത്രീയിൽ അബ്രഹാമിനൊരു സന്തതി എന്ത് ചെയ്യുന്നു? ജനിച്ചു. അതാണ് ഇസ്മായിൽ. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതിനനന്തരം ദൈവം അബ്രഹാമിനോട് വീണ്ടും എന്ത് ചെയ്യുന്നു? യഥാർത്ഥ വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി ദൈവം ഉടമ്പടി ചെയ്തു. അപ്പോഴേക്കും അബ്രഹാമിന്റെ ശരീരത്തിന്റെ നിർജീവാവസ്ഥ എന്ത് ചെയ്തു? അബ്രഹാം ഗ്രഹിച്ചു. ഹാഗറിൽ സന്തതി ജനിക്കുമ്പോൾ അബ്രഹാമിന്റെ ശരീരത്തിന് നിർജീവാവസ്ഥ ഇല്ലായിരുന്നു. പക്ഷെ വീണ്ടും 14 വർഷം കഴിയുമ്പോൾ അബ്രഹാമിന്റെ ശരീരത്തിന് നിർജീവാവസ്ഥ എന്ത് ചെയ്തു? ഉണ്ടായി. സാറയുടെ ശരീരവും നിർജീവാവസ്ഥയുണ്ടായി. പക്ഷെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് എന്ത് ചെയ്യും? പിതാവാക്കും എന്ന് അബ്രഹാമിനോട് പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. 18-ാമത്തെ വാക്യം, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്ക് വിരോധമായി ഇവിടെ നിൽക്കുന്നത് എന്താണ്? നിർജീവ ശരീരം. ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്ത് ചെയ്യും? നിവർത്തിയാകുമെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഗ്ലോറി ടു ഗോഡ്. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ, കണ്ടോ, അപ്പൊ അബ്രഹാമിന് 100 വയസ്സുണ്ട്. തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവാവസ്ഥ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിച്ചു. പ്രിയമുള്ളവരെ, ഇതിനകത്ത് മറ്റൊരു മർമ്മമുണ്ട്. മനസ്സിലാക്കാൻ ഒരു പക്ഷേങ്കിൽ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഒരല്പം ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനതൊന്ന് ഓർപ്പിക്കാൻ ഞാൻ കർത്താവിൽ ധൈര്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം ന്യായപ്രമാണം അനുസരിച്ച് കൊണ്ടുള്ള നിത്യജീവൻ പ്രാപിക്കുവാൻ ശരീരം എന്താണ്? ബലഹീനമാണ്. പക്ഷെ യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണം വിശ്വാസത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാപിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞു, ജഡം ബലഹീനം, ആത്മാവ് ഒരുക്കമാണ്. ന്യായപ്രമാണത്തെ അനുസരിപ്പാൻ ജഡം നിർജീവാവസ്ഥയാണ്. കാരണം ഏദൻ തോട്ടത്തിൽ സംഭവിച്ച പാപം നിമിത്തം മരണം സകല മനുഷ്യരിൽ എന്ത് ചെയ്തു? വ്യാപരിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് നിർജീവാവസ്ഥയാണ്. ന്യായപ്രമാണത്തെ അനുസരിക്കുവാൻ എന്താണ്? ജഡം നിർജീവാവസ്ഥയാണ്. ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ, ഗ്ലോറി ടു ഗോഡ്, അബ്രഹാമിനും ഇസഹാക്കിനെ പ്രാപിക്കേണ്ടുന്നതിന് ജഡം എന്ത് ചെയ്തു? നിർജീവാവസ്ഥയാണ്. പക്ഷെ അബ്രഹാം എന്ത് ചെയ്തു?
വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിച്ചത്, ഞാൻ ചിന്തിക്കുന്നത്, അബ്രഹാമിന്റെ ആത്മമണ്ഡലത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അബ്രഹാം ശരീരത്തിലേക്ക് എന്ത് ചെയ്തു? വന്നപ്പോൾ ശരീരത്തിന്റെ നിർജീവാവസ്ഥ എന്ത് ചെയ്തു? പുത്രോത്പാദന ശേഷി തനിക്കില്ല എന്നുള്ള കാര്യം ശരീരത്തിൽ സഞ്ചരിച്ചപ്പോൾ അബ്രഹാമിന് എന്ത് ചെയ്തു? മനസ്സിലായി. ദേഹി മുഖാന്തരം എന്ത് ചെയ്യത്തില്ല, പുത്രോത്പാദനം എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? ആത്മമണ്ഡലത്തിൽ തന്നെ വന്ന് അരുളി ചെയ്ത ദൈവത്തെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. ആ വിശ്വാസം ദൈവം എന്ത് ചെയ്തു? ഫലത്തെ കൊണ്ടുവന്നെങ്കിൽ, ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, ന്യായപ്രമാണത്തെ അനുസരിപ്പാൻ തക്കവണ്ണം നമ്മുടെയും ശരീരം നിർജീവാവസ്ഥയിലാണ്. പക്ഷേ നമ്മൾ ദൈവവചനത്തിലൂടെ സഞ്ചരിച്ച് ആത്മാവിൽ നമ്മൾ ബലപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അബ്രഹാമിന് ഇസഹാക്കിന് ഫിസിക്കലി പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ പുതിയ നിയമസഭയായ നമുക്ക് അതിൻ്റെ പൊരുളായ ക്രിസ്തുവിനെ ആത്മമണ്ഡലത്തിൽ ജനിപ്പിക്കുവാൻ കഴിയും. മനസ്സിലായോ? അബ്രഹാമിന് വാഗ്ദത്ത സന്തതി ഫിസിക്കലി ജനിക്കുമ്പോൾ പുറം ജാതികളായ നമുക്ക് ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ ക്രിസ്തുവിനെ നമ്മുടെ ശരീരം ന്യായപ്രമാണം അനുസരിക്കുവാൻ തക്കവണ്ണം നിർജീവാവസ്ഥയാണെങ്കിലും ആത്മമണ്ഡലത്തിൽ അതിൻ്റെ പൂർണ്ണതയായ ക്രിസ്തുവിനെ വിശ്വാസത്താൽ ജനിപ്പിക്കുവാൻ കഴിയും. അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസികളാണ് അബ്രഹാമിന്റെ സന്തതികൾ. മനസ്സിലായോ? അബ്രഹാമിന് 100 ചില്ലറ വയസ്സിൽ ഇസഹാക്ക് ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. പക്ഷേ അതിൻ്റെ മർമ്മം മനസ്സിലാക്കണം. അബ്രഹാമിന് വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്ക് ജനിച്ചു എന്നുള്ളതിലല്ല അവിടെ വിഷയം. അതിൻ്റെ പൊരുളായ ക്രിസ്തു വിശ്വാസത്താൽ അബ്രഹാമിന് ഫിസിക്കൽ സന്തതി ഉണ്ടായ പോലെ നമ്മുടെ ആത്മമണ്ഡലത്തിൽ ദൈവപുത്രനായ ക്രിസ്തു എന്ത് ചെയ്യണം? ജനിക്കണം. അങ്ങനെ ജനിക്കാനുള്ള വിശ്വാസം എന്ത് ചെയ്യണം? ഉണ്ടാകണം. അങ്ങനെയുള്ള വിശ്വാസികളാണ് അബ്രഹാമിൻ്റെ മക്കൾ. മനസ്സിലായോ? ദൈവരാജ്യം ബലാത്കാരം ചെയ്യും, നിത്യജീവൻ ബലാത്കാരം ചെയ്യും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. 3-ാം വാക്യം, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് എന്ത് ചെയ്തു? കണക്കിട്ടു. ഈ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു എന്ന് പറയുന്നത് നമ്മൾ അതേ അദ്ദേഹത്തിൽ 18, 19, 20 വാക്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? വായിച്ചതാണ്. അതേ അദ്ദേഹത്തിൽ തന്നെ 16-ാം വാക്യം മുതൽ ശ്രദ്ധിക്കുക. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടുന്നതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നു. വിശ്വാസത്താൽ എന്ത് അവകാശം പ്രാപിക്കാൻ കഴിയും? നിത്യജീവൻ അവകാശമാക്കാൻ കഴിയുമെന്നാണ് അവിടെ വചനം വെളിപ്പെടുത്തുന്നത്. വാഗ്ദത്തം, എന്ത് വാഗ്ദത്തം? നിത്യജീവൻ എന്ന വാഗ്ദത്തം സകല സന്തതിക്കും. ആമേൻ. ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല. ഉണ്ടോ? ന്യായപ്രമാണത്താൽ നിത്യജീവൻ ആർക്ക് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ? യഹൂദ ജനതയ്ക്ക് മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. പുറം ജാതിക്കാർക്കാർക്കും പ്രമാണം ഇല്ലല്ലോ. യേശുക്രിസ്തു വന്നതിന് ശേഷമാണ് പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് എന്ത് ചെയ്യുന്നത്? പുറം ജാതികളുടെ കയ്യിലോട്ട് എന്ത് ചെയ്യുന്നത്? വരുന്നത്. കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് കൂടെ ഉറപ്പാകേണ്ടുന്നതിന് തന്നെ എന്ത്? നിത്യജീവൻ എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് കൂടി നിത്യജീവൻ ഉണ്ട് എന്നുള്ളതിന് ഉറപ്പാകേണ്ടുന്നതിന് തന്നെ. എന്നിട്ട് അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ച് അവിടെ എന്ത് ചെയ്യാണ്? പറയാണ്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഗ്ലോറി ടു ഗോഡ്. അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് എന്താണ്? ഇവിടെ 2 കാര്യമാണ് അബ്രഹാമിന്റെ വിശ്വാസം ദൈവത്തെക്കുറിച്ച്. എന്താണ്? മരിച്ചവരെ ജീവിപ്പിക്കുകയും. ആലോചിച്ച് നോക്കണം. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മനുഷ്യന്റെ ഫിസിക്കൽ ബോഡിക്ക് മരണത്തിനപ്പുറം ജീവനുണ്ടെന്ന് എന്ത് ചെയ്തു? പഠിപ്പിച്ചു, പ്രസംഗിച്ചു, ഉപദേശിച്ചു. മരിച്ചവനെ എന്ത് ചെയ്തു? ലാസറിനെ ഉയർപ്പിച്ച് കാണിച്ചു. പ്രമാണത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് കൃപയും സത്യവും. കൃപ എന്താണ്? പ്രമാണം അനുസരിക്കാനുള്ള കൃപ. മോശ ന്യായപ്രമാണം മാത്രം കൊണ്ടുവന്നു, കൃപ കൊണ്ടുവന്നില്ല. എന്നാൽ യേശുവോ കൃപയും കൂടെ കൊണ്ടുവന്നു, സത്യത്തോടു കൂടി. സത്യം എന്ത്? ന്യായപ്രമാണം. കൃപയും സത്യവും ആരിൽ നിറഞ്ഞിരുന്നു? ക്രിസ്തുവിൽ നിറഞ്ഞിട്ട് പാപപങ്കുലമായ ലോകത്തിൽ പാപപങ്കുലമായ മനുഷ്യർക്ക് ഇടയിൽ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായ ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞ് കവിഞ്ഞവനായി മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച് കാണിച്ചു. ന്യായപ്രമാണം നമ്മുടെ ഇടയിൽ പാർത്ത് കാണിച്ചു തന്നു. ഗ്ലോറി ടു ഗോഡ്.
കർത്താവ് പറയുകയും പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത മരണത്തിനപ്പുറത്തുള്ള നിത്യജീവൻ ന്യായപ്രമാണത്തെ നിവർത്തിച്ചുകൊണ്ട് മൂന്നാമത്തെ ദിവസം പുനരുദ്ധാനം ചെയ്ത് ശിഷ്യന്മാർക്ക് എന്ത് ചെയ്ത് വെളിപ്പെട്ടു. ആ ശിഷ്യന്മാരാണ് എഴുതിയത്, ഞങ്ങൾക്കുള്ള നിത്യജീവൻ വെളിപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ അവനെ തൊട്ടു നോക്കിയവനാണ്, ഞങ്ങൾ അവനെ കണ്ടു, അവൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. ക്രൂശിക്കപ്പെട്ട് മൂന്നാമത്തെ ദിവസം പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷവും ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവനെ കേട്ടു. ഞങ്ങളുടെ സ്വന്തം കൈ അവനെ തൊട്ടു, അവൻ്റെ വിലാപ്പുറം തൊട്ടു നോക്കി, അവൻ്റെ കയ്യിലെ ആണിപ്പാടുകൾ തൊട്ടു നോക്കി. ഞങ്ങളുടെ നിത്യജീവൻ അവൻ, ആദിയിലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ കാത്തിരുന്നതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം ഞങ്ങൾക്ക് പ്രത്യക്ഷമായി. ഹല്ലേലൂയ. ആ പ്രത്യക്ഷമാകപ്പെട്ടവനാണ് ഞങ്ങൾക്ക് നിങ്ങളോട് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. നിങ്ങൾക്കും ഇത് അവകാശമാക്കുവാൻ എന്ത് ചെയ്യും, കഴിയുമെന്നുള്ളൂ. ഗ്ലോറി ടു ഗോഡ്. ഇത് കേൾക്കാനാണ് ആൾക്കാർക്ക് ഇന്ന് എന്തേ താല്പര്യമില്ലാത്തത്? ആവേശത്തോടു കൂടിയാണോ ആൾക്കാർ പരക്കം പായുന്നത്? അന്ത്യകാലത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അതാണ് വചനം പറയുന്നത്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം ദൈവം എന്ത് ചെയ്യും, ദേശത്തിൽ അയക്കും. അയക്കുമ്പോൾ എന്ത് ചെയ്യത്തില്ല, കണ്ടെത്തുകയില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഗ്ലോറി ടു ഗോഡ്. ആമോസിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇതെല്ലാവർക്കും അറിയാം, എല്ലാവരും പ്രസംഗിക്കുന്ന കാര്യമാണ്. പക്ഷെ തൊട്ടടുത്ത വാക്യം എന്താണെന്നറിയോ? അന്നവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്ന് ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടു കിട്ടുകയില്ലതാനും. വിശപ്പും ദാഹമൊക്കെ എന്ത് ചെയ്യും, ഉണ്ടാകും. പക്ഷേ കണ്ടു കിട്ടാത്തൊരു കാലം വരും. യഥാർത്ഥ സത്യസുവിശേഷം കണ്ടു കിട്ടാത്തൊരു കാലം വരുമെന്ന് ആമോസ് പ്രവചിച്ചിട്ടുണ്ട്, കർത്താവ് അത് പ്രവചിച്ചിട്ടുണ്ട്. ആമേൻ. കാര്യം മനസ്സിലാകുന്നുണ്ടോ? വേറെ വല്ലതും എന്ത് ചെയ്യും, പ്രസംഗിക്കും, പ്രവചിക്കും, പ്രാപിക്കും. നിത്യജീവൻ പ്രാപിച്ചു പോകും. ഗ്ലോറി ടു ഗോഡ്. 17-ാം വാക്യം നമ്മൾ വായിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടുന്നതിന് തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടുന്നതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് എന്ത് ചെയ്തു, പിതാവാക്കി വെച്ചു. അപ്പോൾ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ മരണത്തിനപ്പുറത്ത് നിത്യജീവനെ കുറിച്ച് വെളിച്ചമുണ്ടോ? ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്, യേശുക്രിസ്തുവിൻ്റെ സമയത്താണ് എന്ത് ചെയ്തത്, കർത്താവ് അത് പറഞ്ഞു, പ്രസംഗിച്ചു, കർത്താവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. കർത്താവിൻ്റെ ജീവിതത്തിലും കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ച് ശിഷ്യന്മാരുടെ ഇടയിൽ എന്ത് ചെയ്തു. പക്ഷേ യേശുവിന് ശേഷമാണ് അബ്രഹാം എന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട്, കണ്ട കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, വിശ്വസിച്ചാൽ മതി. പക്ഷെ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ പുനരുദ്ധാനം എന്നുള്ളൊരു കാര്യം ഇല്ല, സംഭവിച്ചിട്ടില്ല. ആ സമയത്തിൽ ദൈവം വാഗ്ദത്ത സന്തതിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, അബ്രഹാമിന് കൊടുക്കുമ്പോൾ തൻ്റെ ജഡത്തിൻ്റെ നിർജീവാവസ്ഥ, സാറയുടെ ഗർഭപാത്രം എന്ത് ചെയ്തു, നിർജീവാവസ്ഥയിൽ പോയി എന്നും ഗ്രഹിച്ചിട്ടും തന്നോട് അരുളി ചെയ്ത ദൈവത്തെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. വാഗ്ദത്തത്തെ എന്ത് ചെയ്തു, പ്രാപിച്ചു. ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്ക് ക്രിസ്തുവിന് നിഴലെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ യഥാർത്ഥ സന്തതി ആരാണ്? ക്രിസ്തു. ഗ്ലോറി ടു ഗോഡ്. ആ ക്രിസ്തുവിലൂടെ തൻ്റെ വിശ്വാസം അങ്ങോട്ട് പോകുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവം. ഇസഹാക്കിന് ലഭിച്ചു കഴിഞ്ഞ് വീണ്ടും വർഷങ്ങൾ കഴിയുമ്പോൾ വാഗ്ദത്ത സന്തതിയായി ഇസഹാക്കിന് എന്ത് ചെയ്യാൻ പറയുന്നു? യാഗം അർപ്പിക്കാൻ പറയും അബ്രഹാമിനും. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. നമ്മൾ പഴയ നിയമത്തിൽ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇസഹാക്കിനെ യഥാർത്ഥത്തിൽ അബ്രഹാം യാഗം അർപ്പിച്ചുവോ? പുറത്ത് യാഗം കാണുന്നില്ല, പക്ഷെ അബ്രഹാമിൻ്റെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ
യാഗം അർപ്പിച്ചു. യാഗം അർപ്പിക്കുമ്പോൾ തൻ്റെ വിശ്വാസം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. നേരത്തെ നമ്മൾ ഗലാത്യർ 3:16 വായിച്ചു. ആ സന്തതി ക്രിസ്തു തന്നെ. ആ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ചു വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ എന്ത് ചെയ്തു? അർപ്പിച്ചു. അർപ്പിച്ചിട്ട് എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. ഇതായിരുന്നു ആരുടെ വിശ്വാസം? അബ്രഹാമിൻ്റെ വിശ്വാസം. അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവം പരീക്ഷിച്ചത് ആരിലാണ്? ഇസഹാക്കിൽ. നമ്മൾ വിശ്വസിക്കുന്ന ആരിലാണ്? ക്രിസ്തുവിൽ. അബ്രഹാം വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്താൽ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇസ്ഹാക്കിന് എന്ത് ചെയ്യുന്നത്? യാഗം അർപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചാലും ബഹുജാതികൾക്ക് പിതാവാക്കും എന്ന് വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിക്കും. എങ്ങനെ നിവർത്തിക്കും? യാഗമാക്കപ്പെട്ടവൻ സമ്പൂർണമായി ചാമ്പലാക്കപ്പെട്ടാലും മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തെയാണ് ആര് കണ്ടത്? അബ്രഹാം. മരണത്തിനപ്പുറത്തേക്ക് യാതൊരു വെളിച്ചവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ താൻ വിശ്വസിച്ച ദൈവം ഭൂമിയിൽ മരണപ്പെട്ട മനുഷ്യനെ മടക്കി വരുത്താൻ കഴിയുന്നവനാണെന്ന് അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. ആ വിശ്വാസം ഇന്നത്തെ പുതിയ നിയമസഭയിലുള്ള വിശ്വാസികൾക്ക് യേശു ക്രിസ്തുവിലൂടെ ഉണ്ടാകണം. ഇസഹാക്ക് ആർക്ക് നിഴലാണ്? ക്രിസ്തുവിന് നിഴലാണ്. ഇസഹാക്കിനെ ദൈവം മടക്കി കൊണ്ടുവരുമെന്ന് അബ്രഹാം വിശ്വസിച്ചെങ്കിൽ നമ്മളുടെ രക്ഷിതാവും നമ്മുടെ കർത്താവും നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനുമായ ക്രിസ്തു 3-ാമത്തെ ദിവസം പുനരുദ്ധാനം പ്രാപിച്ച കാര്യം നമ്മൾ അബ്രഹാമിനെ പോലെ നമ്മൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം നമുക്ക് എന്തായി മാറുന്നു? നീതിയായി മാറും. എന്തിലേക്കുള്ള നീതീകരണം? നിത്യജീവനിലേക്കുള്ള നീതീകരണം. അബ്രഹാമിന് ആടും മാടും വർധനം ഉണ്ടായ കാര്യങ്ങൾ വിശ്വസിക്കാൻ ആൾക്കാർക്ക് എന്താണ് എളുപ്പമാണ്. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പുള്ള മെസ്സേജിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഓറിയിട്ട് നമുക്കത് ചിന്തിച്ചുകൊണ്ട് പോകാൻ സമയം പോരല്ലോ. 4-ാമത്തെ വാക്യത്തിൽ വരാം. 4:4. എന്നാൽ വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്, വളരെ ശ്രദ്ധിക്കുക. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ. ഇവിടെ 3 കാര്യം പറയുന്നുണ്ട്. കൂലി കടമായിട്ടാണ്, കൃപയായിട്ടല്ല. ഈ 3 വചനങ്ങളിലൂടെ നമുക്കൊരു കാര്യം ചിന്തിക്കാൻ കഴിയും. എന്നാൽ പ്രവർത്തിക്കുന്നവന്, എന്ത് പ്രവർത്തിക്കുന്നവന്? ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിക്കുന്നവന് കൂലി. എന്താണ് കൂലി? ഇതനുസരിക്കുന്നവൻ ഇതിനാൽ നിത്യജീവനിൽ കടക്കും. ഒരാൾ ഒരു വീട്ടിൽ ഒരു ജോലിക്ക് എന്ത് ചെയ്യുന്നു? വരുന്നു, പണിക്ക് വരുന്നു. രാവിലെ 10 മണിക്ക് എന്ത് ചെയ്യുന്നു? പണിക്ക് വരുന്നു. പണിക്ക് വന്നാൽ ഉടനെ വീട്ടുകാരനെടുത്ത് അന്നത്തെ ശമ്പളം കൈ കൊടുക്കുമോ? ഇല്ല. പണിയെല്ലാം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോവാൻ സമയത്താണ് കൂലി എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. അതേ കൂലി എന്നുള്ള പദമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പ്രവർത്തിക്കുന്നവന് കൂലി ആണ് നിത്യജീവൻ. ന്യായപ്രമാണം അനുസരിക്കുന്നവനുള്ള കൂലിയാണ് എന്ത്? നിത്യജീവൻ. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ദൈവം ആയുസ് കൊടുക്കുമ്പോൾ പ്രമാണം ലഭിച്ചവൻ്റെ കാര്യമാണ്, പുറം ജാതിയുടെ കാര്യമല്ല. പ്രമാണം ലഭിച്ചവൻ അതിൽ പൂർണ്ണമായിട്ട് അനുസരിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ദൈവസന്നിധിയിൽ എത്തുമ്പോൾ അവൻ്റെ കൂലിയായ നിത്യജീവൻ കടമാണ്. ആർക്ക് കടം? ദൈവത്തിന് കടം. ചെയ്തിട്ട് വരുമ്പോഴാണ് ദൈവം എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ഇവിടെ പറയുന്നതാണ് പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായ അല്ല. അപ്പോൾ കൃപയായ അല്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന നമുക്ക് കൃപയാൽ നേരത്തെ ലഭിച്ചു. എന്ത് ലഭിച്ചു? നിത്യജീവൻ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കടമായിട്ടല്ല കൃപയായിട്ട് തന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അങ്ങ് എത്തിയതിന് ശേഷമല്ല നിത്യജീവൻ, കൃപയാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ എന്ത് ചെയ്തു? തന്നു. അതാണ് ഇവിടെ വായിക്കുന്നത്. പ്രവർത്തിക്കുന്നവൻ, എന്ത് പ്രവർത്തിക്കുന്നവന്? ന്യായപ്രമാണം പ്രവർത്തിക്കുന്നവന്, അനുസരിക്കുന്നവന് അവൻ്റെ കൂലി എന്താണ്? നിത്യജീവൻ എന്നുള്ള കൂലി
അവൻ നിത്യതയിൽ അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ നീതി അവന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിത്യജീവനിൽ എന്ത് ചെയ്യും? അവൻ കടക്കും. നേരത്തെ നമ്മൾ ചിന്തിച്ചെന്നാണ്, ന്യായപ്രമാണത്താൽ ഒരു ജഡം എന്ത് ചെയ്യത്തില്ല. 20-ാം വാക്യം 3:20, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡം അവൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യത്തില്ല, നീതീകരിക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ നിത്യജീവൻ അവകാശമാക്കാൻ പറ്റുമോ? ഇല്ല. അനുസരിച്ചിട്ട് വന്നാൽ ദൈവം അത് കൊടുക്കാൻ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? കടപ്പെട്ടിരിക്കുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ വിശ്വാസമുള്ള നമുക്ക് അതെങ്ങനെ ലഭിച്ചിരിക്കുന്നു? കടമായിട്ടല്ല, കൃപയായി നിത്യജീവൻ നമുക്ക് തന്നിരിക്കുന്നു. ഇനി നമ്മളായിട്ട് എന്ത് ചെയ്യരുത്? കൊണ്ട് കളഞ്ഞു കുളിക്കരുത്. അതാണ് പച്ചമലയാളം. മനസ്സിലായോ? നമ്മളായിട്ട് എന്ത് ചെയ്യരുത്? ലഭിച്ച നിത്യജീവൻ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ അവൻ്റെ ആത്മാവിനാൽ നമ്മൾ ജീവിക്കണം. ജഡം ബലഹീനമാണ്, ആത്മാവോ ഒരുക്കമുള്ള. ആത്മാവ് ജഡം തിരിച്ചറിയണം. എങ്ങനെ? ജഡത്തെ ബലഹീനമായ ജഡത്തിൽ ആത്മാവ്യാപാരം എന്ത് ചെയ്യും? ഉണ്ടാവും. മർത്യ ശരീരം ജീവിപ്പിക്കും. ഒത്തിരി ആൾക്കാർ ചിന്തിക്കുന്നത് മൺമറഞ്ഞു പോയ മർത്യ ശരീരത്തെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. അതായിക്കോട്ടെ, ഇപ്പോൾ ജീവിച്ചിരിക്കരുത്. ഈ മർത്യ ശരീരത്തെ ജീവിപ്പിക്കുന്നതാണ് ആത്മാവ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഈ മർത്യ ശരീരം ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ച് ജീവിക്കാൻ ഒരു കാരണവശാലും എന്ത് ചെയ്തില്ല, സമ്മതിക്കത്തില്ല. ആ മരണത്തിന് അധീനപ്പെട്ടു പോയ ശരീരത്തിൻ്റെ ഒരു പരമപ്രധാനമായ മോഹം എന്താണെന്ന് അറിയാമോ? നിൻ്റെ ആത്മാവിനെയും കൂടെ എന്ത് ചെയ്യണം? നിത്യനരകത്തിൽ കൊണ്ടുപോകണം. പിശാചിന് മാത്രമുള്ള ലക്ഷ്യമല്ല, നിൻ്റെ മരണത്തിന് അധീനപ്പെട്ടു പോയ ശരീരത്തിൻ്റെ മോഹം കൂടെ എന്താണ്? നിൻ്റെ ആത്മാവിനെയും കൂടെ പൊക്കിക്കൊണ്ട് പോകണം, വിട്ടുകൊടുക്കണോ? ഹല്ലേലൂയ. ബലാത്കാരം ചെയ്യണം. ഇതാണ് പോരാട്ടം എന്ന് പറയുന്നത്. ഇത് ദൈവത്തിലെ പോലും വിശ്വസിക്കുന്നവർ വീണ്ടും ജഡത്തെ പോഷിപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഇനിയും പോഷിപ്പിക്കുക കർത്താവ്. പോരാ പോരാ പോരാ, ചെവികളെ തുളയ്ക്കട്ടെ ദൈവം. ഈ വാക്യം മനസ്സിലായോ? എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. ദൈവം നമുക്ക് കൂലിയായിട്ടല്ല വച്ചിരിക്കുന്നത്, നമുക്ക് കൃപയായി ദൈവം എന്ത് ചെയ്തു? ഇൻ അഡ്വാൻസ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മുടെ ആത്മാവിൽ നിത്യജീവൻ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? കൊണ്ട് തന്നു. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. എന്നിട്ട് അടുത്ത് വായിക്കുന്നത് എന്താണ്? അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ. അപ്പൊ അഭക്തനെ നീതീകരിക്കുവോ? ചോദ്യം വരും. ഇവിടെ ഭക്തൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? പ്രമാണം ലഭിച്ചവൻ്റെ കാര്യം, ന്യായപ്രമാണം ലഭിച്ചവൻ്റെ കാര്യം, അതനുസരിക്കുന്നവൻ്റെ കാര്യം. പക്ഷെ ഇവിടെ ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ നിത്യജീവൻ എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ആ കൊടുക്കുന്ന ദൈവത്തിൽ അഭക്തനെ നീതീകരിക്കുന്നവൻ, അഭക്തനായ ഒരു മനുഷ്യനെ ദൈവം എങ്ങനെ നീതീകരിക്കും? പ്രമാണം അനുസരിച്ച് കൊണ്ടുവരുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായ നിത്യജീവൻ അവകാശം പ്രാപിക്കുവാൻ തക്കവണ്ണം ആ വ്യക്തി എന്ത് ചെയ്യുന്നു? നീതീകരിക്കുന്നു. അഭക്തനെ നീതീകരിക്കും വിശ്വാസത്താൽ. ചിലർക്കൊന്നും ദഹിക്കാത്ത കാര്യമാണ്. ഗ്ലോറി ടു ഗോഡ്. ഈ പ്രമാണത്തിൽ എല്ലാ കാര്യവും മനസ്സിലായതുപോലെയാണ് പല വിശ്വാസികളും എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. കാര്യത്തോടടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു കാര്യം സത്യം പറഞ്ഞ് എന്ത് ചെയ്തില്ല, അറിയത്തില്ല. കേട്ടിട്ട് മനസ്സിലാവണ്ടേ? ഇവിടെ അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. മറ്റവന് പ്രവൃത്തി നീതിയായിട്ട് എന്ത് ചെയ്യുന്നു? കണക്കിടുമ്പോൾ ഇവൻ്റെ വിശ്വാസത്തെ എന്ത് ചെയ്യുന്നു? നീതിയായി കണക്കിടുന്നു. എന്നിട്ട് ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. പ്രവൃത്തി കൂടാതെ, എന്ത്? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ ന്യായപ്രമാണത്തിൻ്റെ നീതിയായ നിത്യജീവൻ ദൈവം ജാതികളായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ദാവീദ് എന്ത് ചെയ്യാണ്? കാണുകയാണ്. അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവൻ്റെ വിശ്വാസത്തെ ദൈവം എന്ത് ചെയ്യുന്നു? നീതിയായി കണക്കിടുന്നു. ഹല്ലേലൂയ. ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നു. ദാവീദിൻ്റെ കാലഘട്ടത്തിൽ വിശ്വാസ നീതീകരണത്തിൻ്റെ ഒരു അംശം പോലും അറിയാത്ത കാലഘട്ടമാണ്. പ്രമാണത്തിലൂടെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല. ദൈവത്തോട് ബന്ധം പുലർത്താനോ, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കാനോ, ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷ പ്രാപിക്കാനോ, പാപത്തിൽ നിന്നുള്ള പരിഹാരം പ്രാപിക്കാനോ ഒന്നും എന്ത് ചെയ്തില്ല, കഴിയത്തില്ല. പക്ഷെ ദാവീദ് തൻ്റെ ജീവിതത്തിൽ രണ്ട് പ്രധാനപ്പെട്ട
ന്യായപ്രമാണ വിരോധമായ പാപം, ശിക്ഷാവിധി, മരണശിക്ഷയിലേക്ക് തന്നെ പോകേണ്ടുന്നതിനുള്ള 2 പാപങ്ങൾ ദാവീദ് എന്ത് ചെയ്തിട്ടുണ്ട്. ഊരിയാവിനെ എന്ത് ചെയ്തു? കൊന്നു. കൊലപാതകത്തിന് ന്യായപ്രമാണ പ്രകാരം എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊല്ലണം. രണ്ടാമതെന്താണ്? വ്യഭിചാരം. ബത്ശേബയുടെ അടുക്കൽ എന്ത് ചെയ്തു? ഊരിയാവിൻ്റെ ഭാര്യയെ. അപ്പോൾ ഊരിയാവിനെ യുദ്ധമുഖത്തിൽ മുൻനിരയിൽ കൊണ്ടുവന്ന് മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്തു? കൊല ചെയ്യുന്നു. ഈ 2 പാപങ്ങൾക്കും ന്യായപ്രമാണ പ്രകാരം എന്ത് ചെയ്യണം? ശിക്ഷാവിധിയിൽ എന്ത് ചെയ്യണം? പോകണം. പക്ഷേ ദാവീദ് വിശ്വാസ നീതീകരണത്തിൻ്റെ ഭാഗ്യവർണ്ണന യേശുക്രിസ്തുവിലൂടെ എന്ത് ചെയ്തു? അന്ന് കണ്ടു. ഇല്ലാത്ത പക്ഷം ദാവീദ് നിത്യത കാണില്ല. ദാവീദ് അതിലൂടെ എന്ത് ചെയ്തു? പ്രാപിച്ചിട്ടുണ്ട്. ഞാൻ ആ സബ്ജക്റ്റ് 51-ാം സങ്കീർത്തനത്തിൻ്റെ വ്യാഖ്യാനം ഇതിനു മുമ്പ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ദാവീദ് എത്തിപ്പിടിച്ചു. ദാവീദിന് ശേഷം 1000 വർഷത്തിന് ശേഷം ജനിക്കുന്ന ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താലുള്ള നീതീകരണം, യേശുക്രിസ്തുവിന് 1000 വർഷം പുറകിൽ ജീവിച്ചിരുന്ന ദാവീദ് വിശ്വാസത്താൽ എത്തിപ്പിടിച്ച് ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് നിത്യജീവനിൽ ദാവീദ് എന്ത് ചെയ്തു? പ്രവേശിച്ചു. ന്യായപ്രമാണം ലഭിക്കുന്നതിനും 430 വർഷം മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാമും വിശ്വാസത്താൽ എന്ത് ചെയ്തു? പറുദീസയിലുണ്ട്. ഗ്ലോറി ടു ഗോഡ്. നമ്മൾ എന്ത് അവകാശമാക്കാനാണ് വിശ്വാസത്താൽ നമ്മൾ നടക്കുന്നത്? ഇവിടെ ദാവീദ് എന്ത് ചെയ്യാണ്? അവിടെ വെളിപ്പെടുത്തും, അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഇവിടെ എവിടെ മോചിച്ചു? ദാവീദ് ഈ പറഞ്ഞിരിക്കുന്ന കോട്ടിങ് എവിടെ നിന്നുള്ളതെന്നറിയോ? 32-ാം സങ്കീർത്തനത്തിൽ ഉള്ള ഭാഗമാണ്. ഹല്ലേലൂയ. 32-ാം സങ്കീർത്തനത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. അവിടെ പറയുന്ന ലംഘനം ക്ഷമിച്ചും. അതേ കാര്യം പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയിൽ ലേഖനം എഴുതുമ്പോഴത്തേക്ക് ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 32-ാം സങ്കീർത്തനത്തിൽ ലംഘനം ക്ഷമിച്ചും എന്ന് പറയുമ്പോൾ ഇവിടെ അധർമ്മം മോചിച്ചും. മറ്റത് ക്ഷമിക്കപ്പെടുന്നേ ഉള്ളൂ. ഇവിടെ എന്താണ്? മോചിച്ച് കളയാൻ. ഹല്ലേലൂയ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് നിങ്ങൾ അധീനപ്പെട്ടിരിക്കുന്നു. വിശ്വാസ നീതീകരണത്തിന് അധീനപ്പെട്ടിരിക്കുകയാൽ പാപത്തിൻ്റെ ശിക്ഷാവിധിയായ മരണം നിങ്ങളുടെ മേൽ എന്ത് ചെയ്യത്തില്ല? കർത്തൃത്വം നടത്തുകയില്ല. യേശുക്രിസ്തുവിലൂടെ അതെന്ത് ചെയ്തു? പരിഹരിക്കപ്പെട്ടു. പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാർ, നമുക്ക് ദൈവം അനുവദിച്ചാൽ ആ ഭാഗങ്ങൾ കുറച്ച് വിശദമായി വരുന്ന ആഴ്ചയിൽ ചിന്തിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വായിക്കുന്നതാണ് അധർമ്മം ഇവിടെ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൽ മോചിപ്പിച്ച കാര്യം. ക്രിസ്തു വരുന്നതിന് 1000 വർഷം മുമ്പിൽ ജീവിച്ചിരുന്ന ദാവീദ് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ വിശ്വാസത്താൽ എന്ത് ചെയ്യാണ്? കാണുകയാണ്. ക്രിസ്തു വന്നിട്ട് 2000 വർഷം കഴിഞ്ഞിട്ടും ഇത്രമാത്രം ദേവദാസന്മാരോ ശുശ്രൂഷ ചെയ്തിട്ടും ഈ കാര്യത്തെക്കുറിച്ച് ഒരു ബോധവും തെളിച്ചവും ഇല്ലാത്ത വിശ്വാസികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതല്ലാതെ ഈ കാര്യങ്ങളെക്കുറിച്ച് തെളിച്ചം എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാവുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവൻ. എവിടെ? ക്രിസ്തുവിൽ മോചിച്ചും ക്രിസ്തുവിൽ മറയ്ക്കപ്പെട്ടും കിട്ടിയവൻ ഭാഗ്യവാൻ. പഴയ നിയമത്തിൽ എന്തില്ല? മറയ്ക്കപ്പെടുന്നില്ല, മോചിപ്പിക്കപ്പെടുന്നില്ല, പരിഹാര മാർഗമില്ല, ശിക്ഷാവിധി, കല്ലെറിഞ്ഞു കൊല്ലണം. പുതിയ നിയമസഭയ്ക്ക് പഴയ നിയമത്തിലെ ഭക്തൻ യേശുക്രിസ്തുവിലൂടെയുള്ള ശിക്ഷാവിധിയിൽ നിന്നുള്ള രക്ഷയും നീതീകരണം പ്രാപിച്ച് നിത്യജീവൻ അവകാശമാക്കാനുള്ള ദൂത്, ആലോചന പഴയ നിയമ ഭക്തൻ എഴുതി വെച്ചിരിക്കുന്നത് പുതിയ നിയമ വിശ്വാസികൾക്ക്, ആത്മാഭിഷേകം പ്രാപിച്ചവർക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ആത്മാവ് സഭകളോട് സംസാരിക്കുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് പ്രാപിച്ചവന് അത് മനസ്സിലാവും. ഗ്ലോറി ടു ഗോഡ്. ഈ ഭാഗ്യവർണ്ണനം പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ അധ്യായം വായിക്കുമ്പോൾ ഭക്തനായ ഒരു അബ്രഹാമിനെ നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണത്തിൽ പരീശനാണ്, പണ്ഡിതനിൽ പണ്ഡിതനാണ്. ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച ഒരു വെളിപ്പാട് പ്രാപിച്ച ഒരു അഭിഷിക്തനായ ഒരു കർത്താവിൻ്റെ ദാസനെ നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ കാണാൻ കഴിയും. ദൈവപുത്രനായ ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നു. ദാവീദിനെ കാണാൻ കഴിയുന്നു. വിശ്വാസത്താൽ അവകാശമാക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഈ ചാപ്റ്ററിൽ വെളിപ്പെടുത്തുന്നു. നമ്മൾ ഇതിനകത്ത് നിന്ന് എന്ത് പ്രാപിക്കാനായിരിക്കുന്നത്? ഗ്ലോറി ടു ഗോഡ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരാത്മാവിൻ്റെ നിത്യജീവൻ അവകാശമാക്കി എടുക്കുവാൻ തക്കവണ്ണം പിതാവാൻ ദൈവത്തെക്കുറിച്ച് ഈ അദ്ദേഹത്തിൻ്റെ അവസാന ഭാഗത്തിൽ വരുമ്പോൾ കാണുന്നു. ഹല്ലേലൂയ.
കണ്ടോ 25-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ, അതാരാണ്? പിതാവാം ദൈവം. കണ്ടോ, ആരൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്നത്? ഹല്ലേലൂയ. 9-ാം വാക്യം, ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിച്ഛേദന ഏറ്റവർക്ക് മാത്രമുള്ളതാണോ? അത് ഏറ്റതാരാണ്? അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിൽ നിന്ന് പരിച്ഛേദനയേറ്റോ, ഇസ്മായേലിൽ നിന്ന് പരിച്ഛേദനയേറ്റ ഒരു കാര്യമുണ്ട്. നമുക്കതൊരു സബ്ജക്റ്റ് അല്ല. ആമേൻ. ഇസ്ഹാക്കിൽ നിന്ന് പരിച്ഛേദനയേറ്റയുടെ കാര്യമാണ്. അഗ്രചർമ്മത്തിനു കൂടെയോ, കണ്ടോ, ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിന് കൂടെയോ, അതായത് യഹൂദനും പുറംജാതിക്കാർ കൂടെയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? ഇതെല്ലാം വായിക്കുമ്പോൾ കൃത്യമായ വിവേചനം നമുക്ക് വ്യാഖ്യാനമില്ലെങ്കിൽ പെട്ടുപോകും. ഹല്ലേലൂയ. വിശ്വാസം അബ്രഹാമിന് നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? അപ്പം അബ്രഹാമിന് പരിച്ഛേദന ഏറ്റതിന് ശേഷമുള്ള വിശ്വാസമാണോ പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പുള്ള വിശ്വാസമാണോ? യഥാർത്ഥത്തിൽ ദൈവം വാഗ്ദത്തം അബ്രഹാമിന് കൊടുക്കുമ്പോൾ വാഗ്ദത്തം കൊടുത്ത കാര്യം വിശ്വസിക്കുമ്പോൾ അബ്രഹാം പരിച്ഛേദന എന്ത് ചെയ്തിട്ടില്ല? ഏറ്റിട്ടില്ല. ഏൽക്കാതിരിക്കുമ്പോഴുള്ള വിശ്വാസം ദൈവം ആർക്ക് നീതിയായി കണക്കിടുന്നു? പുറം ജാതികളായി പരിച്ഛേദന ഏൽക്കാതുള്ളവർക്ക് കൂടിയുള്ള വിശ്വാസമായി കണക്കിടുന്നു. മനസ്സിലാകുന്നുണ്ടോ? വാഗ്ദത്തം വിശ്വസിച്ചതിന് ശേഷം അതിനടയാളമായി പരിച്ഛേദന ഏൽക്കുമ്പോൾ പരിച്ഛേദനയേറ്റ യഹൂദനെയും ആര് പിതാവായി? അബ്രഹാം പിതാവായി. അബ്രഹാം അപ്പം ആർക്കൊക്കെ പിതാവായി? പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പുള്ള വിശ്വാസത്താൽ ജാതികളെയും, വിശ്വാസത്താൽ പരിച്ഛേദന എന്ന അടയാളം ഏറ്റെടുത്തപ്പോൾ യഹൂദനെ. അപ്പോൾ അബ്രഹാം എങ്ങനെ രണ്ടുപേർക്കും പിതാവായി? മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. പരിച്ഛേദനയിലല്ല, അഗ്രകർമ്മത്തിലത്രേ എന്ന് വെച്ചാൽ അഗ്രകർമ്മത്തിൽ ഇരിക്കുമ്പോഴാണ് അബ്രഹാം എന്ത് ചെയ്തത്? വിശ്വസിച്ച 17-ാമത്തെ അധ്യായം ഉൽപ്പത്തി 17-24 വാക്യം വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. അബ്രഹാം പരിച്ഛേദന ഏറ്റപ്പോൾ അവന് 99 വയസ്സായിരുന്നു. അവൻ്റെ മകനായ ഇസ്മായേൽ പരിച്ഛേദന ഏറ്റപ്പോൾ അവന് 13 വയസ്സായിരുന്നു. അബ്രഹാമും അവൻ്റെ മകനായ ഇസ്മായേലും ഒരേ ദിവസത്തിൽ പരിച്ഛേദനയേറ്റു. വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരുമായി അവൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും അവനോടുകൂടെ പരിച്ഛേദനയേറ്റു. ഇസ്മായേലിയർ പരിച്ഛേദനയേറ്റത്. ഇസ്മായേലിയർ പിന്നെ എന്ത് ചെയ്തു? പരിച്ഛേദനയും കൊണ്ട് പരിച്ഛേദനയാൽ നിത്യജീവൻ പ്രാപിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവരൊരു പോക്കങ്ങ് എന്ത് ചെയ്തു? പോയി ആ കൂട്ടം. അത് നമ്മളെ ലിസ്റ്റിനകത്തേ ഇല്ല. പിന്നെ അങ്ങനെ അതിൽ നിന്നുള്ളവരും രക്ഷ പ്രാപിക്കണമെങ്കിൽ പരിച്ഛേദന അവൻ ഏറ്റിട്ടുണ്ടെങ്കിൽ തന്നെയും അവനും കൂടിയുള്ള വിശ്വാസമാണ് അബ്രഹാം എന്ത് ചെയ്തിട്ടുള്ളത്? പരിച്ഛേദനയാലുള്ള വിശ്വാസം. ഇനി ഏത് ജാതിയും മതവും വർണ്ണമോ ആരായിരുന്നാലും അവൻ നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ പൂർവ്വപിതാവായ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച വിശ്വാസം ആർക്കാണോ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളറകൾ ഉരുത്തിരിഞ്ഞു കൊടുത്ത് വെളിപ്പാടിൽ അവന് ക്രിസ്തുവിനെ വിശ്വസിക്കാൻ കഴിയുന്നത് അവൻ നിത്യജീവൻ എന്ത് ചെയ്യും? അവകാശം. അവിടെ വായിക്കുന്നത് അഗ്രധർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിന് പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. ദൈവം അനുവദിച്ചാൽ വരുന്ന ആഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നമുക്ക് പുതിയ ആത്മീയ വെളിപ്പാടുകൾ എന്ത് ചെയ്യട്ടെ? നമുക്ക് തരട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ചോദിക്കുന്നത് പോലെ കർത്താവേ ഇതെന്താകുന്നു? ഇതിൻ്റെ അർത്ഥം എന്താകുന്നു? ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഒരു പക്ഷേ സ്വാഭാവികമായ മാതാപിതാക്കൾ അവരുടേതായിട്ടുള്ള അപ്പോഴത്തെ വികാരം പോലെ അവരോട് കുഞ്ഞുങ്ങളോട് എന്ത് ചെയ്യും? പ്രതികരിക്കും. നീ അതിപ്പോൾ ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അറിയേണ്ടൊന്നും ആവശ്യമില്ലെന്ന് ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. പക്ഷേ നമ്മുടെ പിതാവാം ദൈവത്തിൻ്റെ അടുക്കൽ നമ്മുടെ കർത്താവിനോട്, പരിശുദ്ധാത്മാവിനോട്, കർത്താവേ ഇതിൻ്റെ അർത്ഥം എന്താകുന്നു? ഇതിൻ്റെ വെളിപ്പാട് എന്താകുന്നു? ഇതിൻ്റെ വ്യാഖ്യാനം എന്താകുന്നു? ഇതിൻ്റെ ജ്ഞാനം എന്താകുന്നു എന്ന് ഒരു ശിശു ഒരു അപ്പനോട് ചോദിക്കുന്നത് പോലെ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം
ഇപ്പം നീ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയത്തില്ല. ദൈവം പടിയായി നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരും, അത് വെളിപ്പെടുത്തി തരും. ആ വെളിപ്പാടിനാൽ നമുക്ക് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ നമുക്ക് ക്രിസ്തുവിലൂടെ നമുക്കറിയുവാൻ കഴിയും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ, ഗ്ലോറി ടു ഗോഡ്, അബ്രഹാമിൻ്റെ വിശ്വാസത്താൽ സകല ജാതികൾക്കും ഗ്ലോറി യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയും. അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവായിരിക്കും. ഗ്ലോറി ടു ഗോഡ്. ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും ഘനവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.